വെൽക്കം ടു മെൻഡസ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്ഷര കൈരളി അക്കൗണ്ടൻസി +1 ചോദ്യ പേപ്പറിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് അനുരഞ്ജന പട്ടിക തയ്യാറാക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അതിൻ്റെ തിയറി ക്വസ്റ്റ്യനും വരും, അതുപോലെ തന്നെ പ്രോബ്ലം ഷുവറാണ്. അപ്പോൾ ഇതിലെ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏത് ബാലൻസ് ആണ്? പാസ്ബുക്ക് ബാലൻസ് നമ്മളപ്പോൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ക്യാഷ് ബുക്ക് ബാലൻസ് തന്നാൽ നമ്മൾ പാസ്ബുക്ക് ബാലൻസ് കണ്ടുപിടിക്കണം. ഈ പ്രോബ്ലത്തിൽ ഞാൻ C എന്ന് ക്യാഷ് ബുക്കിനും P എന്ന് പാസ്ബുക്കിനും ഡിനോട്ട് ചെയ്യുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് കേസ്. ഓക്കെ, ക്യാഷ് ബുക്ക് ബാലൻസ് തന്നിട്ടുണ്ട്, നമ്മളത് എന്തിലേക്ക് എത്തിക്കണം? പാസ്ബുക്കിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഇഷ്യൂ ചെയ്തെങ്കിലും പണമായി മാറ്റിയിട്ടില്ലാത്ത ചെക്ക് എന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ചെക്ക് നമ്മൾ കൊടുത്തു. നമുക്ക് 2 ബുക്കുണ്ട്, ഒന്ന് ക്യാഷ് ബുക്കുണ്ട്, ഒന്ന് പാസ്ബുക്കുണ്ട്. അപ്പോൾ ഇഷ്യൂ ചെയ്തെങ്കിലും പണമായിട്ട് മാറ്റിയിട്ടില്ലാത്ത ചെക്ക്, നമ്മൾ ചെക്ക് കൊടുത്തപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെക്ക് കൊടുത്തു, നമ്മൾ ക്യാഷ് ബുക്കിൽ ക്യാഷ് പോയത് ബാങ്ക് കോളത്തിൽ കുറഞ്ഞതായി കാണിച്ചു, പക്ഷേ അതെന്താക്കി മാറ്റിയിട്ടില്ല? പണമാക്കി മാറ്റിയിട്ടില്ല എന്ന് പറയുന്നു. പാസ്ബുക്കിൽ നിന്ന് ആ പൈസ കുറഞ്ഞിട്ടില്ല. ക്യാഷ് ബുക്കിൽ കുറഞ്ഞു നിൽക്കുന്നു, പാസ്ബുക്കിൽ കൂടി നിൽക്കുന്നു. അതാണ് അവസ്ഥ. നമ്മളിപ്പോൾ എവിടേക്കാണ് ഏത് ബാലൻസാണ് കണ്ടുപിടിക്കേണ്ടത്? പാസ്ബുക്ക് ബാലൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം എന്താ, നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാസ്ബുക്ക് ബാലൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്ക് ബാലൻസിലോട്ട് എത്തിക്കാൻ ഈ എവിടേക്കാണോ എത്തിക്കേണ്ടത് അവിടുത്തെ സിമ്പിൾ നോക്കിയാൽ മതി. ആഡ് ആണ് ഇവിടെ കിടക്കുന്നത് ഈ ഐറ്റം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇഷ്യൂ ചെയ്തെങ്കിലും പണമായി മാറ്റിയിട്ടില്ലാത്ത ചെക്ക്, അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇത് എന്ത് ചെയ്യേണ്ട ഐറ്റാണ്? ആഡ് ചെയ്യേണ്ട ഐറ്റാണ്. അടുത്ത നമുക്ക് നോക്കാം. നിക്ഷേപിച്ചെങ്കിലും ശേഖരിച്ചിട്ടില്ലാത്ത ചെക്ക്. ഇപ്പം നമുക്ക് 2 ബുക്ക്, ഒന്ന് ക്യാഷ് ബുക്ക്, ഒന്ന് പാസ്ബുക്ക്. നമ്മൾ പൈസ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു, ബാങ്കിൽ കൊണ്ടുപോയിട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാഷ് ബുക്കിൽ കൂട്ടി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ബാങ്കിനൊരു കളക്ഷൻ പീരീഡ് ടൈം ഉണ്ട്, ഒരു 3 ദിവസത്തോളമൊക്കെ പിടിക്കും ചിലപ്പോൾ ബാങ്ക് പൈസ കളക്ട് ചെയ്ത് വരാൻ. അപ്പോൾ പാസ്ബുക്കിൽ ആ പൈസ കളക്ട് ചെയ്ത് വന്നിട്ടില്ല, പാസ്ബുക്കിൽ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ പൈസ ചെക്ക് കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ ആ എമൗണ്ട് കൂട്ടി വെച്ചു, പക്ഷേ പാസ്ബുക്ക് എമൗണ്ട് കളക്ട് ചെയ്ത് വന്നിട്ടില്ല, പാസ്ബുക്ക് കുറഞ്ഞു നിൽക്കുകയാണ്. ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലോട്ട് എത്തിക്കാൻ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. പാസ്ബുക്കിൻ്റെ അവിടുത്തെ ബാലൻസ് എന്താ? എത്തിക്കേണ്ട അവിടുത്തെ ബാലൻസ് നോക്കിയാൽ മതി, ലെസ്. ഈ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കുറയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഈ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അടുത്തത് നോക്കാം. ഒരു ഉപഭോക്താവ് ബാങ്കിലേക്ക് നേരിട്ട് പണമടച്ചു. ക്യാഷ് ബുക്കും ഉണ്ട്, പാസ്ബുക്കും ഉണ്ട്. ഉപഭോക്താവ് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കസ്റ്റമർ എവിടേക്കാണ് പൈസ കൊടുത്തിട്ടത്? ബാങ്കിൽ. നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മളെ ക്യാഷ് ബുക്ക് അറിഞ്ഞിട്ടില്ല, ക്യാഷ് ബുക്കിൽ കുറഞ്ഞു നിൽക്കുകയാണ്. പാസ്ബുക്കിൽ ആൾ കൊണ്ടുവന്നിട്ട് അപ്പോൾ ബാങ്കിൽ പൈസ കൂടി. ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ സിമ്പിൾ എന്താണ്? ആഡ്. ഈ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. ഈ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അടുത്തത് പാസ്ബുക്കിൽ മാത്രം ഡെബിറ്റ് ചെയ്ത ബാങ്ക് ചാർജ്. പാസ്ബുക്ക് ഡെബിറ്റ് എന്ന് വെച്ചാൽ അർത്ഥം പാസ്ബുക്കിൽ കുറഞ്ഞു. പാസ്ബുക്ക് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ പാസ്ബുക്ക് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ എമൗണ്ട് കൂടി. പാസ്ബുക്ക് ഡെബിറ്റ് എന്ന് വെച്ചാൽ എമൗണ്ട് കുറഞ്ഞു. അതാണ് അതിൻ്റെ മീനിങ്. പാസ്ബുക്കിൽ മാത്രം ഡെബിറ്റ് ചെയ്തത് ബാങ്ക് ചാർജ്. എവിടെ മാത്രം ഡെബിറ്റ് ചെയ്തത്? പാസ്ബുക്കിൽ മാത്രമാണ് ബാങ്ക് ചാർജ് എന്ത് ചെയ്തത്? ഡെബിറ്റ് ചെയ്തത്. അപ്പോൾ ക്യാഷ് ബുക്കുണ്ട്, പാസ്ബുക്കുണ്ട്. പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ബാങ്ക് ചാർജ് എടുത്തു പോയി. ഇപ്പോൾ നമ്മൾ ATM ഒക്കെ യൂസ് ചെയ്യണോ, പലതരം ചാർജുകൾ പിടിക്കും. പാസ്ബുക്കിൽ കുറഞ്ഞു, ക്യാഷ് ബുക്കായി നമ്മൾ അറിഞ്ഞിട്ടില്ല. ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതിനാ? ഇവിടുത്തെ സിമ്പിൾ നോക്കുക, എവിടേക്കാണോ എത്തിക്കേണ്ടത് അവിടുത്തെ സിമ്പിൾ നോക്കുക, ലെസ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്തു? സ്റ്റേറ്റ്മെന്റ് വരച്ചു. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട് 50,000. അത് നമ്മൾ
എടുത്തെഴുതുന്നു. നെക്സ്റ്റ് ആയിട്ട് എന്താ പറയുന്നത്, ഇവിടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസും ലെസ് ചെയ്യേണ്ട ഐറ്റംസും എഴുതാം. ആഡ് ചെയ്യാൻ ഇവിടെ സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ 2 ഐറ്റം ഇഷ്യൂ ചെയ്തെങ്കിലും പണമായിട്ട് മാറ്റിയിട്ടില്ലാത്ത ചെക്ക് 6000 ഇത് ആഡ് ചെയ്യണം. അടുത്തത് എന്താ ആഡ് ചെയ്യേണ്ടത്, ഒരു ഉപഭോക്താവ് ബാങ്കിലേക്ക് നേരിട്ട് പണമടച്ചു 5000. അപ്പൊ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റാണ്. 50,000 കൂടെ 6000 5000 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 61,000 വരും. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഐറ്റംസ് 2 എണ്ണം, അത് കുറച്ച് കഴിഞ്ഞാൽ 57,500 പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ നമ്മൾ 2 ബുക്ക്, ക്യാഷ് ബുക്ക്, പാസ്ബുക്ക്. ക്യാഷ് ബുക്ക് അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, എവിടെ കുറഞ്ഞു എവിടെ കൂടി എന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് എവിടേക്കാണ് എത്തിക്കേണ്ടതെന്ന് നോക്കുക. എത്തിക്കേണ്ട ഭാഗത്ത് സിമ്പിളാണ് ആ ഐറ്റത്തിന് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എളുപ്പമാണ്. എൻ്റെ ചാനലിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയായിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യുക.